ദേശീയ മാധ്യമങ്ങളെല്ലാം മോദി വാഴ്ത്തുപാട്ടുമായി നിന്നപ്പോൾ ബി.ജെ.പിയുടെ അജണ്ട പൊളിച്ച യൂട്യൂബർ ബി.ജെ.പിയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ വിജയത്തിന് വഴിയൊരുക്കുകയായിരുന്നു ധ്രുവ്. കേന്ദ്ര സർക്കാരിനെ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി മോദിയെ നിരന്തരം വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ധ്രുവിൻ്റെ വാക്കുകളാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സാധാരണക്കാരുടെ നെഞ്ചിൽ കയറിക്കൂടിയത്. വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കി നേർക്കുനേർ സംഭാഷണത്തിലൂടെ ചാട്ടുളി കണക്കെ സത്യത്തെ പ്രേക്ഷക മനസ്സിൽ പ്രതിഷ്ഠിക്കുന്ന മാജിക്കാണ് റാട്ടിയുടെ അവതരണ വിജയമായി വിലയിരുത്തപ്പെടുന്നത്. ഇങ്ങനെ ഉരുളക്ക് ഉപ്പേരി കൊടുത്താണ് ധ്രുവിൻ്റെ വളർച്ച. ദിവാസ്വപ്നം കാണുന്നത് നല്ലതല്ല കുട്ടി. അതായത് ഒരേ സമയം സാമ്പത്തിക ശാസ്ത്രം, പൊളിറ്റിക്കൽ സയൻസ്, എഞ്ചിനീയറിംഗ്, എൻവയോൺമെന്റൽ സയൻസ് തുടങ്ങിയവയിൽ വിദഗ്ധനാണ് ധ്രുവ്. നെവർ അണ്ടർഎസ്റ്റിമേറ്റ് ദി പവർ ഓഫ് എ കോമൺ മാൻ. യെസ്, ധ്രുവ് റാത്തി. ഒരു സാധാരണക്കാരൻ്റെ അധികാരത്തെ വില കുറച്ച് കാണരുത്. ലോക്സഭാ വിധേയത്തിൽ പ്രതികരിച്ച് ധ്രുവ് റാട്ടി ഹിന്ദി ബെൽറ്റിലെ ബി.ജെ.പി തിരിച്ചടിക്ക് ഇടയാക്കിയതിൽ ഈ യുവാവിൻ്റെ ഒറ്റയാൾ പോരാട്ടവും തിരഞ്ഞെടുപ്പ് ഫലത്തിനൊപ്പം ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിനൊപ്പം സൈബർ ഇടത്തിൽ ട്രെൻഡിംഗ് ആകുകയാണ് നമ്മുടെ യൂട്യൂബർ ധ്രുവ് റാത്തി. ദേശീയ മാധ്യമങ്ങളെല്ലാം മോദി വാഴ്ത്തുപാട്ടുമായി നിന്നപ്പോൾ ബി.ജെ.പിയുടെ അജണ്ട പൊളിച്ച യൂട്യൂബർ. ഈ യുവാവിൻ്റെ വീഡിയോകളുടെ റീച്ചിനെ ബി.ജെ.പി ശരിക്കും ഭയക്കുകയും ചെയ്തു. ഇപ്പോൾ ആശങ്കപ്പെട്ട കാര്യങ്ങളെല്ലാം ശരിവെക്കുന്ന വിധത്തിലാണ് ഫലം വന്നതും. ബി.ജെ.പിക്ക് ഒറ്റയ്ക്കു ഭൂരിപക്ഷം നൽകാത്ത വിധിയിൽ പ്രതികരിച്ചുകൊണ്ട് ധ്രുവ് റാത്തി രംഗത്ത് വന്നു. സാധാരണക്കാരൻ്റെ അധികാരത്തെ വില കുറച്ച് കാണരുത് എന്നാണ് അദ്ദേഹം സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണവേളയിലും അതിനു മുമ്പും ഈ നാട്ടിലെ സാധാരണക്കാരുടെ ശബ്ദത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന യൂട്യൂബർ കൂടിയാണ് ധ്രുവ് റാട്ടി. കേന്ദ്ര സർക്കാരിനെ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി മോദിയെ നിരന്തരം വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ധ്രുവിൻ്റെ വാക്കുകളാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സാധാരണക്കാരുടെ നെഞ്ചിൽ കയറിക്കൂടിയത്. രാജ്യത്തിൻ്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വഹിച്ച പങ്ക് ചെറുതായിരുന്നില്ല. അതിൻ്റെ തികഞ്ഞ പ്രതിഫലനം കൂടിയാണ് യു.പി ഉൾപ്പെടെ ബി.ജെ.പിക്ക് സംഭവിച്ച കാലിടർച്ച. കഴിഞ്ഞ 10 വർഷമായി ബി.ജെ.പി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകാധിപത്യ രാഷ്ട്രീയത്തിനെതിരെ തൻ്റെ വീഡിയോകളിലൂടെ ധ്രുവ് പ്രതികരിച്ചിരുന്നു. ഏകാധിപത്യം ഉറപ്പിച്ചോ എന്ന പേരിൽ ധ്രുവ് ചെയ്ത വീഡിയോ ഇതിനോടകം കണ്ടത് കോടിക്കണക്കിന് ആളുകളാണ്. അന്താരാഷ്ട്ര തലത്തിലുൾപ്പെടെ അതും ചർച്ചയാവുകയും ചെയ്തു. പൊതുതെരഞ്ഞെടുപ്പ് പ്രഹസനമായി മാറാതിരിക്കാൻ ജനങ്ങൾ ശരിയായ തീരുമാനമെടുക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന വീഡിയോ 2 മാസം മുമ്പാണ് പുറത്തു വന്നത്. ബി.ജെ.പിയുടെ ഐ.ടി സെൽ പുറത്തുവിടുന്ന വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ നിരന്തരം തകർത്തെറിയുകയായിരുന്നു ധ്രുവ്. വിഭവ് കുമാർ വിഷയത്തെക്കുറിച്ചുള്ള ധ്രുവ് റാട്ടിയുടെ വീഡിയോ പുറത്തു വന്നതിന് ശേഷം തനിക്കെതിരെ ബലാത്സംഗ ഭീഷണിയും വധഭീഷണിയും കൂടിയെന്ന് ആരോപിച്ച് രാജ്യസഭ എം.പി സ്വാതി മാലിവാൾ രംഗത്ത് വന്നതും ഏറെ ചർച്ചയായിരുന്നു. ചുരുക്കത്തിൽ ബി.ജെ.പിയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ വിജയത്തിന് വഴിയൊരുക്കുകയായിരുന്നു ധ്രുവ്. ഭരിക്കുന്ന പാർട്ടിയുടെ അഴിമതി, അധികാര ദുർവിനിയോഗം, ജനാധിപത്യ അട്ടിമറി തുടങ്ങി ജനദ്രോഹകരമായ എന്തിനേയും ഏറ്റവും ലളിതമായി ഗ്രഹിക്കാൻ കഴിയും വിധം അയാൾ അവതരിപ്പിച്ചു. മോദിയുടെ നയങ്ങളും ജൽപ്പനങ്ങളും തുടക്കം മുതലേ സംശയദൃഷ്ടിയോടെ കണ്ടിരുന്ന രാജ്യത്ത് വലിയ വിഭാഗം യുവാക്കളുടെ യഥാർത്ഥ പ്രതിനിധി കൂടിയായി തൻ്റെ വീഡിയോകളിലൂടെ റാത്തി സ്വയം മാറി. ഈ ജനവിധിയിൽ അതും തെളിഞ്ഞു വരുന്നു. വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കി നേർക്കുനേർ സംഭാഷണത്തിലൂടെ ചാട്ടുളി കണക്കെ സത്യത്തെ പ്രേക്ഷക മനസ്സിൽ പ്രതിഷ്ഠിക്കുന്ന മാജിക്കാണ് റാട്ടിയുടെ അവതരണ വിജയമായി വിലയിരുത്തപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ അല്ലാതിരുന്നിട്ടും തയക്കം വന്ന മാധ്യമപ്രവർത്തകൻ്റെ അവതരണ കൗശലങ്ങളും വീഡിയോകളിൽ ദൃശ്യമാണ്. ആരാണ് ധ്രുവ് റാത്തി? ഹരിയാനയിലെ റോഹ്തക്കിൽ ഒരു ഹിന്ദുജാട്ട് കുടുംബത്തിൽ 1994 ഒക്ടോബറിന് ധ്രുവ് ജനിച്ചു. സാമ്പത്തികമായി ഒരു ഇടത്തര കുടുംബമായിരുന്നു. അച്ഛനൊരു ബിസിനസ്സുകാരനും അമ്മ അധ്യാപികയും. ധ്രുവിന് ഒരു ഇളയ സഹോദരനുണ്ട്. ഡൽഹിയിൽ വളർന്ന അദ്ദേഹം ആർക്കപുരത്തെ ഡൽഹി പബ്ലിക് സ്കൂളിൽ പഠിച്ചു. ഡൽഹി സർവകലാശാലയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിലും പൊളിറ്റിക്കൽ സയൻസിലും ബിരുദാനന്തര ബിരുദം നേടി. ഡൽഹി സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിലും പൊളിറ്റിക്കൽ സയൻസിലും ബിരുദാനന്തര ബിരുദം. ജർമ്മനിയിലെ വിഖ്യാതമായ കൾസ്റൂഹെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ചേർന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. തുടർന്ന് അതേ സ്ഥാപനത്തിൽ നിന്ന് റിന്യൂവബിൾ എനർജിയിൽ ബിരുദാനന്തര ബിരുദവും റാട്ടി നേടി.
അതായത് ഒരേ സമയം സാമ്പത്തിക ശാസ്ത്രം, പൊളിറ്റിക്കൽ സയൻസ്, എഞ്ചിനീയറിംഗ്, എൻവയോൺമെൻറ്റൽ സയൻസ് തുടങ്ങിയവയിൽ വിദഗ്ധനാണ് ധ്രുവ്. ഈ ശക്തമായ വിദ്യാഭ്യാസ പശ്ചാത്തലം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോകളുടെ ശക്തി. താനൊരു ആജീവനാന്ത പഠിതാവാണെന്ന് അദ്ദേഹം ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. തൻ്റെ അറിവും വൈദഗ്ധ്യവും മെച്ചപ്പെടുത്താൻ ധ്രുവ് എപ്പോഴും പുതിയ വഴികൾ തേടുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ശക്തമായ വക്താവ് കൂടിയാണ് അദ്ദേഹം. അന്ധകാരത്തിൽ കിടക്കുന്ന ഇന്ത്യൻ ഗ്രാമങ്ങളെ രക്ഷിക്കാൻ വിദ്യാഭ്യാസത്തിനെ കഴിയുമെന്നും എല്ലാവർക്കും പഠിക്കാനും വളരാനുമുള്ള അവസരമുണ്ടായിരിക്കണമെന്നും അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. സുരക്ഷാ കാരണങ്ങൾ കൊണ്ടുകൂടിയാവും തൻ്റെ കുടുംബത്തെക്കുറിച്ച് അത്രയൊന്നും ധ്രുവ് സംസാരിക്കാറില്ല. പക്ഷേ താനിന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹം മാതാപിതാക്കൾക്കാണ് നന്ദി പറയുന്നത്. എൻ്റെ കരിയറിന് തുടക്കം മുതൽ കുടുംബം പിന്തുണ നൽകിയിരുന്നു. ഇഷ്ടമുള്ള വിദ്യാഭ്യാസം തുടരാനും എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിച്ചു. കുടുംബമാണ് എൻ്റെ വലിയ പ്രചോദനം. കഠിനാധ്വാനത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും അനുകമ്പയുടെയും പ്രാധാന്യം എന്നെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചത് ഞാൻ അവരെ ബഹുമാനിക്കുന്നു. ധ്രുവിൻ്റെ സഹോദരനും ഒരു യൂട്യൂബറാണ്. നിരവധി വീഡിയോകളിൽ അദ്ദേഹം ധ്രുവുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രാവൽ വ്ളോഗറിൽ നിന്ന് തുടക്കം. 2011-12 കാലയളവിൽ അണ്ണാ ഹസാരെയുടെ സമരകാലത്താണ് താൻ രാഷ്ട്രീയം ശ്രദ്ധിച്ചു തുടങ്ങിയതെന്ന് ധ്രുവ് പറയുന്നു. അന്ന് ബോർഡ് പരീക്ഷയുടെ സമയമായതിനാൽ രാംലീല മൈതാനിയിൽ നടന്ന സമരത്തിൽ പങ്കെടുക്കാനായില്ല. ട്രാവൽ വ്ളോഗറായിട്ടാണ് ധ്രുവ് റാട്ടി തൻ്റെ ചാനൽ ആരംഭിച്ചത്. പിന്നീട് ഫാക്ട് ചെക്കിങ്ങിലേക്കും എക്സ്പ്ലെയിനർ വീഡിയോകളിലേക്കും തിരിഞ്ഞു. 2014 ഒക്ടോബറിലാണ് ധ്രുവ് ആദ്യ പൊളിറ്റിക്കൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. BJP എക്സ്പോസ്ഡ് ലൈസ് ബിഹൈൻഡ് ദി ബുൾഷിറ്റ് എന്ന ടൈറ്റിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളും ശേഷം അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതുമായ വിഷ്വൽസ് കലർത്തിയുള്ള ഒരു മ്യൂസിക്കൽ വീഡിയോ ആയിരുന്നത്. സിനിമാ മോഹവും ഫോട്ടോഗ്രഫിയോടുള്ള താല്പര്യവുമായി ഒക്കെ നടന്ന ഒരു ചെറുപ്പക്കാരൻ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലാതെയാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അന്ന് എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുമെന്നോ വീഡിയോ വൈറലാകുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. തിരഞ്ഞെടുപ്പിന് മോദി നൽകിയ വാഗ്ദാനങ്ങൾ അധികാരത്തിലെത്തിയതിനു പിന്നാലെ മറക്കാൻ തുടങ്ങിയതിനെ ആ ചെറുപ്പക്കാരൻ നിശിതമായി വിമർശിച്ചു. ഭരണ സംവിധാനങ്ങളിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട യുവത്വത്തിൻ്റെ പ്രതീകമായിരുന്നവൻ. വീഡിയോ വൈറലായി. ധ്രുവ് റാട്ടി എന്ന ചെറുപ്പക്കാരൻ നവമാധ്യമങ്ങളിൽ താരമായി. മോദി സർക്കാരിനെയും BJPയെയും വിമർശിച്ചുകൊണ്ട് പിന്നെയും നിരവധി വീഡിയോകൾ പ്രത്യക്ഷപ്പെട്ടു. ദിവസങ്ങൾക്കകം ധ്രുവിൻ്റെ യൂട്യൂബിൽ 5 ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സായി. അതായിരുന്നു തുടക്കം. BJP IT സെല്ലിൻ്റെ തലവേദനയായി. സംഘപരിവാർ BJP ഭാഗത്തു നിന്നും വരുന്ന വ്യാജ വാർത്തകളെ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോകളാണ് ധ്രുവ് പോസ്റ്റ് ചെയ്യുന്നതിലധികവും. രാജ്യം ചർച്ച ചെയ്ത സുപ്രധാന വാർത്തകൾ പലതും വീഡിയോയ്ക്ക് വിഷയങ്ങളായി. ഉറിയാക്രമണം, സർജിക്കൽ സ്ട്രൈക്ക്, നോട്ടു നിരോധനം, യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായത്, ധനകാര്യ ബിൽ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്കിംഗ്, അങ്ങനെ പല വിഷയങ്ങളിൽ ധ്രുവ് BJPയെ നിശിതമായി വിമർശിച്ചു. മോദിയുടെയും രാഹുലിൻ്റെയും പ്രസംഗങ്ങളിൽ ആരായിരുന്നു മികച്ചത്? കറൻസി നിരോധനം കൊണ്ട് ആർക്കാണ് ലാഭമുണ്ടായത്? അങ്ങനെ പല കാര്യങ്ങളിലും സധൈര്യം അഭിപ്രായ പ്രകടനം നടത്തി. അപ്പോഴേക്കും ഗോഡി മീഡിയ എന്ന നിലയിൽ കേന്ദ്രത്തിന് വഴങ്ങിയ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതിലൊന്നും വലിയ പ്രതികരണം നടത്തിയിരുന്നില്ല. വീഡിയോകൾ വൈറലായെങ്കിലും ഈ യുവാവിനെതിരെ പ്രധാനപ്പെട്ട ആരോപണമുണ്ടാകുന്നത് BJP പ്രവർത്തകനെന്ന് അവകാശപ്പെട്ട വികാസ് പാണ്ഡെ എന്നയാൾ 2018 ഡൽഹിയിൽ കേസ് ഫയൽ ചെയ്തതോടെയാണ്. ഐ സപ്പോർട്ട് നരേന്ദ്രമോദി എന്ന പേജിലൂടെ വികാസ് പാണ്ഡെ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നു എന്നാണ് ധ്രുവ് വീഡിയോയിലൂടെ പറഞ്ഞത്. വികാസ് പാണ്ഡെയുടെ പരാതിക്ക് മറു വീഡിയോയും ധ്രുവ് പുറത്തിറങ്ങി. പരാതിയിൽ പറയുന്ന ആരോപണങ്ങളെ വസ്തുതകൾ സഹിതം ഖണ്ഡിച്ചുകൊണ്ടായിരുന്നു വീഡിയോ. പിന്നീട് MP വിജയ് ഗോയലും പരിഹാസവുമായെത്തി. 99% വിദേശ പ്രചാരകരും കൂലിക്കാരോ അല്ലാത്തവരോ ആയ മോദി ഭക്തരാണ് എന്ന വിമർശനത്തിന് ദിവാസ്വപ്നം കാണുന്നത് നല്ലതല്ല കുട്ടി എന്നായിരുന്നു ഗോയലിൻ്റെ പരിഹാസം. അഴിമതിരഹിത ഇന്ത്യ എന്ന ദിവാസ്വപ്നം വിൽക്കുന്നത് ഇനിയെങ്കിലും മതിയാക്കൂവെന്ന് മോദിയോട് പോയി പറയൂ എന്നായിരുന്നു ധ്രുവിൻ്റെ മറുപടി. ഇങ്ങനെ ഉരുളക്ക് ഉപ്പേരി കൊടുത്താണ് ധ്രുവിൻ്റെ വളർച്ച. BJP IT സെല്ലിൽ നിന്ന് പുറത്തു വന്ന മഹാവീർ പ്രസാദുമായുള്ള ഇൻ്റർവ്യൂ ആണ് ധ്രുവ് റാട്ടിക്ക് വലിയൊരു പോപ്പുലാരിറ്റി കൊടുത്തത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ IT സെൽ എങ്ങനെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്ന് മഹാവീർ പ്രസാദ് വിശദീകരിക്കുന്ന വീഡിയോ ചുരുങ്ങിയ സമയം കൊണ്ട് 10 ലക്ഷത്തിലധികം പേർ കണ്ടു. അതിനിടെ BJP MP വിജയ് ഗോയലുമായി ട്വിറ്ററിൽ നടത്തിയ വാഗ്ദാനവും ധ്രുവ് റാട്ടിയെ IT സെല്ലിൻ്റെ പ്രധാന ടാർഗറ്റുകളിൽ ഒരാളാക്കി.
പല തവണ ധ്രുവിൻ്റെ ഫേസ്ബുക്ക് പേജിന് പൂട്ടിക്കാനും അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യ വിട്ട് പുറത്തുപോയി പഠിക്കാൻ കഴിഞ്ഞത് ധ്രുവിൻ്റെ കരിയറിൽ നിർണായകമായി. ഇതോടെയാണ് അദ്ദേഹത്തിന് ഒരു അന്താരാഷ്ട്ര ലോകവീക്ഷണം ഉണ്ടാവുന്നത്. പഠനകാലത്താണ് അദ്ദേഹം തൻ്റെ ജീവിത സഖിയെയും കണ്ടുമുട്ടുന്നത്. കൾസ്റൂഹെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പഠിക്കുന്ന സമയത്താണ് ധ്രുവും ജർമ്മനിക്കാരിയായ ജൂലി ആൽബറും കണ്ടുമുട്ടുന്നത്. അവർ 2018 ഡേറ്റിംഗ് ആരംഭിച്ചു. 2020 വിവാഹ നിശ്ചയം നടത്തി. 2021 നവംബറിൽ ഓസ്ട്രിയയിലെ വിയാനയിലുള്ള ബെൽവെഡേരെ കൊട്ടാരത്തിൽ വെച്ച് വിവാഹിതരായി. ജൂലിയാണ് തൻ്റെ ഏറ്റവും വലിയ പിന്തുണയെന്നും അവളെ തൻ്റെ ജീവിതത്തിൽ കിട്ടിയതിൽ താൻ വളരെ ഭാഗ്യവാനാണെന്നും ധ്രുവ് പറയാറുണ്ട്. വിവാഹം ഒരു വലിയ ഉത്തരവാദിത്തമാണെന്നും എന്നാൽ ജൂലിയോടൊപ്പം തൻ്റെ ജീവിതത്തിലെ ഈ പുതിയ അധ്യായം ആരംഭിക്കാൻ താൻ ഭരിതനാണെന്നും ഒരു അഭിമുഖത്തിൽ റാത്തി പറഞ്ഞു. ഒരുമിച്ച് ശക്തവും സന്തുഷ്ടവുമായ ജീവിതം കെട്ടിപ്പടുക്കാൻ ഇരുവരും പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഭാര്യയ്ക്കൊപ്പം ബർലിനിലാണ് അദ്ദേഹം താമസം. ജൂലി ഒരു ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറുമാണ്. ഏതായാലും BJPയുടെ കണ്ണിലെ കരടായി ധ്രുവ് തുടരുകയാണ്. ധ്രുവിൻ്റെ ശക്തി ഓരോ സാധാരണ ജനങ്ങളുടെയും വാക്കുകളാണ്. ധ്രുവിനെ കുറിച്ചുള്ള നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക.